ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് മണിയും പറയുമ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടി കണക്റ്റഡ് ആവും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ 1993 ഇൻഫോസിസിൻ്റെ IPO വന്നത്. അന്ന് 95 റുപ്പീസാണ് ഒരു ഷെയറിൻ്റെ വില. അന്ന് നമ്മളൊരു 100 ഷെയർ 9500 മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ 100 ഷെയർസ് ഏതാണ്ട് 3 lakh ഷെയർസ് ആയിരുന്നു. ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഏതാണ്ട് 45 crores ആയിരുന്നു. നിയർലി 10,000 മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പോൾ 45 crores എന്ന് മാത്രമല്ല, ഇന്ന് ആ 3 lakhs നമുക്ക് ഇയർലി തരാൻ പോകുന്ന ഡിവിഡൻഡ് 1.25 crores ആണ്. അപ്പോൾ ആ 9500 ആ കാലത്ത് ഞാൻ പറയുന്ന ഒരു 93 ഞാൻ അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒരു 10, 14, 20 ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്തു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ക്യാരി ചെയ്ത പൈസ 10,000. ആ 10,000 ഇന്നത്തെ ആ 45 കോടിയുടെ ഒരു വില വന്നത്. അന്നെന്ന് പറയുമ്പോൾ ആ 10,000 കൂടാതെ നമ്മുടെ കയ്യിൽ പല പൈസകളും ഉണ്ടായിരുന്നല്ലോ. ചെറിയ രീതിയിലാണെങ്കിലും വീട്ടിൽ നിന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചൊക്കെ കാശ് കിട്ടും. അന്നേ അതൊരു പ്ലാൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇൻഫോസിസ് ഷെയർ ഹോൾഡർ അല്ല എങ്കിൽ പോലും അന്നേ നമ്മളതൊരു പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു ഹ്യൂമംഗസ് വെൽത്ത് ക്രിയേഷൻ സിസ്റ്റത്തിൽ നടന്നതാണ്. കാലം പെട്ടെന്ന് പോയി. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇന്നും ട്രിപ്പ് പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, അപ്പോൾ അന്നേ നമുക്കൊരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു മണി ഡിസൈൻ ചെയ്യാം.